السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഫിത്ർ സകാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സുപ്രധാനമായ ചില വിവരങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഫിത്ർ സകാത്ത് റമദാൻ ശരീഫുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കൽ നമ്മുടെയൊക്കെ ബാധ്യതയാണ്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, സകാത്ത് എന്നത് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമത്തേതാണ്. സകാത്ത് കൊടുക്കാൻ കഴിവുള്ളവൻ കൊടുക്കാതിരുന്നാൽ പരലോകത്ത് അവന് വരാൻ പോകുന്നത് ഭയാനകരമായിരിക്കുന്ന ശിക്ഷയാണ്. അതുകൊണ്ട് അത് കാര്യഗൗരവത്തിലെടുക്കണമെന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, സഹോദരിമാരോട് അഭ്യർത്ഥിക്കുകയാണ്. സകാത്തിനെ നമുക്ക് രണ്ടായി തരം തിരിക്കാം. ഒന്ന് സകാത്തുൽ മാൽ, മറ്റൊന്ന് സകാത്തുൽ ബദൻ. സകാത്തുൽ മാൽ എന്ന് പറഞ്ഞാൽ മുതലിന്റെ സകാത്താണ്. റമദാൻ ശരീഫുമായി ബന്ധപ്പെട്ട സകാത്തായതുകൊണ്ട് ഫിത്ർ സകാത്തിനെ കുറിച്ചാണ് നമ്മൾ പരാമർശിക്കുന്നത്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആർക്കാണ് ഫിത്ർ സകാത്ത് നിർബന്ധമുള്ളത്? രണ്ടാമത്, ഫിത്ർ സകാത്ത് എന്നാൽ എന്താണ്? എപ്പോഴാണ് ഫിത്ർ സകാത്ത് നിർബന്ധമാവുക? എത്രയാണ് ഫിത്ർ സകാത്ത് നൽകേണ്ടത്? എന്താണ് നൽകേണ്ടത്? നൽകുമ്പോൾ തന്നെ അഫ്ളലായ സമയം ഏതാണ്? അത് എവിടെയാണ് നൽകേണ്ടത്? അതിന്റെ നിയ്യത്ത് എന്താണ്? ആർക്കാണ് നൽകേണ്ടത്? ഇത്യാദി കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഒന്നാമതായി, ഫിത്ർ സകാത്ത് എന്നാൽ ഈദുൽ ഫിത്റിനോടനുബന്ധിച്ച് നിർബന്ധമുള്ള സകാത്താണ് ഫിത്ർ സകാത്ത്. പരിശുദ്ധ റമദാൻ ശരീഫിന്റെ 30 ദിനരാത്രങ്ങളിൽ നമ്മൾ ചെയ്ത ആരാധനാകർമ്മങ്ങൾ, വിശിഷ്യ പരിശുദ്ധമായ നോമ്പ്, ആ നോമ്പിൽ വന്ന പോരായ്മകൾ, ന്യൂനതകൾ നമ്മൾ നൽകുന്ന ഫിത്ർ സകാത്ത് കൊണ്ട് പരിഹരിക്കപ്പെടുന്നു. അതുകൊണ്ട് അത് നമ്മൾ കാര്യഗൗരവത്തിലെടുക്കണം എന്ന് ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആർക്കാണ് ഫിത്ർ സകാത്ത് നിർബന്ധമാവുക? പെരുന്നാളിന്റെ രാപ്പകലുകളിൽ തനിക്കും താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, കടം എന്നിവ കഴിച്ച് മിച്ചമുള്ളവർ ഫിത്ർ സകാത്ത് നൽകൽ നിർബന്ധമാണ്. ഈ വ്യാഖ്യാനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഫിത്ർ സകാത്ത് കൊടുക്കാൻ ഏകദേശം ആളുകളും അർഹരാണ്, അവർ അത് കൊടുത്തിരിക്കണം എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും അതിൽ നിന്ന് ഒളിച്ചോടാൻ പാടില്ല. അത് വലിയൊരു ഇബാദത്താണ് എന്ന് തിരിച്ചറിയണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. തനിക്കും തന്റെ ആശ്രിതർക്കും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ജോലിക്ക് കഴിയുന്ന അല്ലെങ്കിൽ ധനികനായ ആൺമക്കളുടെ സകാത്ത് നൽകൽ പിതാവിന് നിർബന്ധമില്ല. ഇനി നൽകുകയാണെങ്കിൽ തന്നെ അവന്റെ സമ്മതത്തോടെ നൽകിയാലേ അവന്റെ സകാത്ത് വീടുകയുള്ളൂ. തിരിച്ചും അങ്ങനെ തന്നെ. സമ്പന്നനായ പിതാവിന്റെ സകാത്ത് മകൻ നൽകുകയാണെങ്കിൽ പിതാവിന്റെ സമ്മതപ്രകാരം നൽകിയാലേ പിതാവിന്റെ സകാത്ത് വീടുകയുള്ളൂ. അത് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊന്ന്, എപ്പോഴാണ് ഫിത്ർ സകാത്ത് നിർബന്ധമാവുക? പരിശുദ്ധ റമദാനിലെ അവസാന പകലിലെ സൂര്യാസ്തമയത്തോടെയാണ് നിർബന്ധമാകുന്നത്. 29 അന്ന് മാസപ്പിറവി കാണുകയാണെങ്കിൽ അന്ന്, അല്ലെങ്കിൽ 30 പൂർത്തിയാക്കി ആ രാത്രിയിലേക്ക് പ്രവേശിക്കലോടുകൂടെ ഫിത്ർ സകാത്ത് നിർബന്ധമായി എന്നാണ്.
റമദാനിലെ അവസാനവും ശവ്വാലിന്റെ ആദ്യവും ജീവിച്ചിരിക്കുന്നവർ മാത്രമേ ഫിത്ർ സക്കാത്ത് നൽകേണ്ടതുള്ളൂ എന്ന് പറഞ്ഞാൽ, റമദാനിൽ മരണപ്പെട്ടു പോയ ആൾക്ക് ഫിത്ർ സക്കാത്ത് നൽകേണ്ടതില്ല, ശവ്വാലിൽ ജനിച്ച ആൾക്കും ഫിത്ർ സക്കാത്ത് നൽകേണ്ടതില്ല. രണ്ടിലും പെട്ട ആൾക്ക് മാത്രമേ ഫിത്ർ സക്കാത്ത് നൽകേണ്ടതുള്ളൂ. ഇനി എന്താണ് ഫിത്ർ സക്കാത്തായി നൽകേണ്ടത്? നാട്ടിലെ മുഖ്യ ആഹാരമായ ധാന്യമാണ് നൽകേണ്ടത്. ന്യൂനതകളൊന്നുമില്ലാത്ത നാട്ടിലെ മുഖ്യ ആഹാരമായ ധാന്യമാണ് ഫിത്ർ സക്കാത്തായി നൽകേണ്ടത്. എത്രയാണ് നൽകേണ്ടത്? ഒരു സ്വാ ആണ് ഒരാൾക്ക് നൽകേണ്ടത്. ഒരു സ്വാ എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം ഒരാൾക്ക് 3 കിലോ വെച്ചുകൊണ്ട് നൽകണം. 10 പേർ ഉള്ള ഒരു കുടുംബമാണെങ്കിൽ 30 കിലോ അരിയാണ് അവരുടെ ഫിത്ർ സക്കാത്തായി നൽകേണ്ടത്. നൽകാനുള്ള അഫ്ളലായ സമയം പെരുന്നാളിന്റെ അന്ന് നിസ്കാരത്തിന്റെ മുമ്പായി വിതരണം ചെയ്യലാണ്, കൊടുക്കലാണ് ഏറ്റവും അഫ്ളൽ. നിസ്കാരത്തെയും വിട്ട് പിന്തിക്കൽ കറാഹത്താണ്. എന്നാൽ അയൽവാസി അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാർ ഇങ്ങനെയുള്ള ആളുകൾ നാട്ടിലില്ല, അവർക്ക് വേണ്ടി അതിന് വെയിറ്റ് ചെയ്യുന്നതിന്, അന്നത്തെ ദിവസം വെയിറ്റ് ചെയ്യുന്നതിന് വിരോധമില്ല. മാത്രമല്ല അത് സുന്നത്തും കൂടിയാണ്. ഇനി ഫിത്ർ സക്കാത്ത് നൽകേണ്ടത് എവിടെയാണ്? നിർബന്ധമാകുന്ന സമയത്ത് ആ വ്യക്തി എവിടെയാണോ ഉള്ളത് അവിടെയാണ് നൽകേണ്ടത്. അപ്പൊ വിദേശത്തുള്ള സഹോദരന്മാർ, പ്രവാസികൾ, അവർ ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്ന സമയം റമദാൻ അവസാനിക്കുകയും ശവ്വാൽ കടന്നു വരികയും ചെയ്യുന്ന ആ സമയം അവരെവിടെയാണോ അവിടെയാണ് നൽകേണ്ടത്. അടുത്ത റൂമിലുള്ളവർക്ക് കൊടുത്താൽ മതി. പറഞ്ഞു വന്നത്, നിർബന്ധമാകുന്ന സമയത്ത് ഇവൻ എവിടെയാണോ ഉള്ളത് അവിടെയാണ് നൽകേണ്ടത്. അവിടെ വാങ്ങാൻ അവകാശികൾ ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ അപ്പോൾ ഉള്ള നാട്ടിലേക്ക് കൊടുക്കുന്നതിനും വിരോധമില്ല. മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത്, ഫിത്ർ സക്കാത്ത് എന്നുള്ളത് ഒരു ഇബാദത്തായതുകൊണ്ട് തന്നെ അതിന് നിയ്യത്ത് വേണം. എന്താണ് നിയ്യത്ത്? ഇത് എന്റെ ഫിത്ർ സക്കാത്ത് ആകുന്നു, അതെന്നെ നിയ്യത്ത്. അപ്പൊ 10 പേരുള്ള ഒരു കുടുംബത്തിന്റെ കുടുംബനാഥൻ ഫിത്ർ സക്കാത്ത് 30 കിലോ അരി വാങ്ങിക്കൊണ്ടുവരുമ്പോ അയാൾ പറയണെന്ത്? ഇത് എന്റെയും എന്റെ ആശ്രിതരുടെയും ഫിത്ർ സക്കാത്ത് ആകുന്നു എന്ന് നിയ്യത്ത് വെച്ചാൽ മതി. അത് മാറ്റിവെക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മാറ്റിവെച്ചതിന് ശേഷം, അല്ലെ അവകാശികൾക്ക് കൊടുക്കുന്ന സമയത്തൊക്കെ നിയ്യത്ത് ചെയ്യാവുന്നതാണ്. ഇനി ആർക്കാണ് നൽകേണ്ടത്? 8 വിഭാഗം ആളുകളെയാണ് സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ടവരായി പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തിയത്. നമുക്ക് ചുറ്റുഭാഗത്ത് നമ്മൾ കാണുന്ന ആളുകൾ ഫക്കീർ, മിസ്കീൻ, നവമുസ്ലിം, കടബാധ്യതയുള്ളവർ, ഇവരെയൊക്കെയാണ് നമ്മുടെ ചുറ്റുഭാഗത്ത് നമ്മൾ കാണുന്നവർ. അവർക്കാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്. അർഹതപ്പെട്ടവർക്ക് മാത്രം നൽകിയാലേ ഫിത്ർ സക്കാത്ത് വീടുകയുള്ളൂ. ആ കാര്യങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നൽകുന്ന ഫിത്ർ സക്കാത്ത് കൊണ്ട് നമ്മുടെ നോമ്പിന്റെ പോരായ്മകളൊക്കെ അല്ലാഹു പരിഹരിച്ചു തരട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.